ദശാബ്ദങ്ങളായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റെഗുലേറ്ററി ആക്ട് എന്ന് പറയുന്ന ഒരു നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഈ അടുത്ത സമയത്ത് വരുത്തിയ ഭേദഗതികൾ വളരെയേറെ വിവാദത്തിന് വഴിതെളിച്ചിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ആകമാനമുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ചേർന്ന് രൂപീകരിക്കപ്പെട്ട ട്രസ്റ്റുകളും സൊസൈറ്റികളുമൊക്കെ ജീവകാരുണ്യ സംബന്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സഹായം സ്വീകരിക്കുക എന്നത് പതിവാണ്. അത് നിയമപരമായി അനുവദിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. അങ്ങനെയാണ് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ആശുപത്രികൾ, അതുപോലെ വൃദ്ധസദനങ്ങൾ, അനാഥാലയങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികളെയൊക്കെ പാർപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടങ്ങൾ, അങ്ങനെ ധാരാളം ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് നിയമാനുസരണം നടത്തപ്പെടുന്നുണ്ട്. അതിന് ഉപോത്ബലകമായ വകുപ്പുകൾ ഉൾക്കൊള്ളുന്ന ഒരു ആക്റ്റാണ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കി ഇന്ത്യയിൽ നിലവിലിരിക്കുന്നതായിട്ടുള്ള ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റെഗുലേറ്ററി ആക്ട്, അല്ലെങ്കിൽ FCRA എന്ന് പറയുന്നത്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്രത്തിലെ BJP സർക്കാർ വരുത്തിയ ഒരു ഭേദഗതി അനുസരിച്ച് വളരെ കർശനമായിട്ടുള്ള ചില നിബന്ധനകൾ ഇത് സ്വീകരിക്കുന്നതിൽ അവർ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് അവർ ഏതെങ്കിലും കാരണവശാൽ ഈ FCRA ആക്ട് പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കുന്നതിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ കാലതാമസം വരുത്തിയാൽ അവരുടെ അംഗീകാരം സ്വാഭാവികമായി നഷ്ടപ്പെടുമെന്നും അവർ അങ്ങനെ സ്വരൂപിച്ചതായ അവരുടെ വസ്തുവകകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുമെന്നുമൊക്കെയുള്ള അത്യന്തം ദ്രോഹപരമായിട്ടുള്ള ചില ഭേദഗതികളാണ് ഈ BJP സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കേരളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായവും മുസ്ലിം സമുദായവും ധാരാളം ആശുപത്രികളും ധാരാളം ഈ പറയുന്ന ജീവകാരുണ്യ സ്ഥാപനങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിയമാനുസരണമുള്ള സഹായം സ്വീകരിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ഇത്രയും ആശുപത്രികളൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് നല്ല ഒരളവ് വരെ ഇതുപോലെയുള്ള സമുദായങ്ങൾ മുൻകൈയെടുത്ത് സ്വദേശത്തും വിദേശത്തും നിന്നുള്ള സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ്. കാരണം ഈ തരത്തിൽ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനായി ഗവൺമെൻറ്റിൽ നിന്നും ഫണ്ട് ലഭിക്കുന്നത് പ്രയാസമാണ്. ഗവൺമെൻറ്റുകൾ ഇതുപോലെ സഭകൾക്കോ സമുദായങ്ങൾക്കോ ഫണ്ട് കൊടുക്കുന്നതും വളരെ പരിമിതമായിട്ടുള്ളതാണ്. അതുകൊണ്ടൊക്കെ ഇത്തരം സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനായി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം ലഭിച്ചെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. എത്രയോ അശരണരായിട്ടുള്ള ആളുകൾക്ക് അഭയസ്ഥാനമായി ധാരാളം ജീവകാരുണ്യ കേന്ദ്രങ്ങൾ കേരളത്തിൽ മുസ്ലിം സമുദായവും ക്രൈസ്തവ സമുദായവും മറ്റ് സമുദായങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ലഭിക്കുന്നതായിട്ടുള്ള ഈ സഹായം പൊടുന്നനവേ ഇത്ര കർശനമായ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് തടയാൻ ശ്രമിക്കുന്നത് അത്യന്തം ക്രൂരമാണ്, നീചമാണ്, ഹീനമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത് BJP സർക്കാരിൻ്റെ ഒരു ഭൂരിപക്ഷ വർഗീയതയുടെ മറ്റൊരു അടയാളമായി വിമർശിക്കപ്പെടുന്നു, കാണുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ അവസ്ഥ. പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള ഒരു നിയമം കർക്കശ്യത്തോടുകൂടി നടപ്പാക്കുന്നതിനകത്ത് BJPക്ക് വളരെ രഹസ്യ അജണ്ടയുണ്ട്, ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നത് പരക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തുള്ള ഏറ്റവും വലിയ വൈരുദ്ധ്യം, കേരളത്തിൽ തന്നെ ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ക്രൈസ്തവ സഭയുടെ പ്രതിനിധിയായ ഒരു കേന്ദ്രമന്ത്രിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. ശ്രീ ജോർജ് കുര്യൻ. അദ്ദേഹം കേന്ദ്രത്തിൽ MP ആയിരുന്ന് അവിടെ മന്ത്രിയായിരുന്നതിന് ശേഷം അദ്ദേഹത്തിന് സേവനം സ്വന്തം സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നെങ്കിലേ മതിയാവുകയുള്ളൂ എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി കാഞ്ഞിരപ്പള്ളിയിൽ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം നേരിടുന്ന വെല്ലുവിളി വളരെ കടുത്തതാണ്. കാഞ്ഞിരപ്പള്ളിയെ സംബന്ധിച്ച് പറയുമ്പോൾ ക്രൈസ്തവർക്ക് നിർണായകമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖലയിലുള്ള കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ അദ്ദേഹം വല്ലാതെ വിഷമിക്കുകയാണ്. നിങ്ങൾ ഈ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ കേന്ദ്രത്തിൽ മന്ത്രിസഭയിൽ അംഗമായിരിക്കെ ഇത്രയും കിരാതമായിട്ടുള്ള ഒരു നിയമം അല്ലെങ്കിൽ അത്തരം ഭേദഗതികൾ കൊണ്ടുവരുന്നതിനെ നിങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഓരോ തൊടുന്യായങ്ങൾ പറഞ്ഞ് ഉത്തരം പറയാതെ പോവുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഇത് ക്രൈസ്തവരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല,
ഇത് പല സമുദായങ്ങളെയും ബാധിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ക്രൈസ്തവരെ സ്വാന്തനപ്പെടുത്താനായി ശ്രമിക്കുന്നതൊക്കെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എങ്ങനെ വിശദീകരിച്ചാലും അത് ഉൾക്കൊള്ളാൻ കേരളത്തിലെ സമൂഹം തയ്യാറല്ല. ഇപ്പോൾ തന്നെ ക്രൈസ്തവ സഭാ നേതാക്കന്മാർ അവരുടെ ഉത്കണ്ഠ അറിയിച്ചു കഴിഞ്ഞു. ചങ്ങനാശ്ശേരി ബിഷപ്പ്, അതുപോലെ തന്നെ തലശ്ശേരി ബിഷപ്പ് തുടങ്ങിയ സഭാ നേതാക്കന്മാരൊക്കെ ഇത് കടുത്ത ചതിവാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ക്രൂരമായിട്ടുള്ള നിയമ ഭേദഗതികൾ ഈ സമുദായ സ്ഥാപനങ്ങളെ വല്ലാതെ ഞെരുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർ പ്രതിഷേധിക്കുന്നതിനും ആശങ്കയ്ക്കും അപ്പുറമായി ഈ സ്ഥാപനങ്ങളുടെ അടച്ചുപൂട്ടൽ വല്ലാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളം നമ്മൾ എപ്പോഴും അഭിമാനത്തോടു കൂടി പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളെക്കാൾ മുന്നിട്ട് നിൽക്കുന്നു, നമ്പർ 1 ആണെന്നൊക്കെ പറയുമ്പോഴും അവിടെ സ്വകാര്യ മേഖലയിലുള്ള സംഭാവനകൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. സർക്കാർ ആശുപത്രികൾ കൊണ്ടല്ല കേരളത്തിലെ ആരോഗ്യരംഗം ഒന്നാമതായി നിൽക്കുന്നത്. സർക്കാർ വിദ്യാലയങ്ങൾ കൊണ്ടല്ല വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഒന്നായി നിൽക്കുന്നത്. ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ നടത്തുന്നത് ഈ കേരളത്തിലെ സമുദായങ്ങളാണ്, സംഘടനകളാണ്. അത് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി രജിസ്റ്റർ ചെയ്ത സംഘടനകളുണ്ട്, ചില സഭകളുണ്ട്, ചില സമുദായങ്ങളുണ്ട്. അത് മുസ്ലിം സമുദായമുണ്ട്, ക്രിസ്ത്യൻ സമുദായമുണ്ട്, മറ്റു ചില ന്യൂനപക്ഷ സമുദായങ്ങളുണ്ട്. അവർക്കൊക്കെ ഈ പറയുന്ന ഭേദഗതി വല്ലാത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഈ ഭേദഗതികൾ പിൻവലിക്കണം. അവരെ വർഷങ്ങളായി കെട്ടിപ്പൊക്കിയ സ്ഥാപനങ്ങളൊക്കെ സർക്കാർ എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ കണ്ടുകെട്ടും, അല്ലെങ്കിൽ പിടിച്ചെടുക്കുമെന്നൊക്കെ പറയുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒട്ടും ശരിയല്ല. ചട്ടങ്ങൾ ലംഘിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള നടപടികൾ എടുക്കണം. നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ ഈ ഏതെങ്കിലും തരത്തിൽ നമുക്കെന്തെങ്കിലും ചെറിയ അസ്വസ്ഥത ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അസ്വസ്ഥത ഉണ്ടാക്കുന്ന അവയവം വെട്ടിമാറ്റുക എന്നതല്ലല്ലോ അതിൻ്റെ പ്രധാന. തലവേദന ഉണ്ടാകുമ്പോൾ തല വെട്ടിമാറ്റണമെന്ന് പറയുന്ന ഒരു ക്രൂരമായിട്ടുള്ള ഒരു പരിഹാര മാർഗമൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒരു സർക്കാർ എടുക്കുന്നത് വളരെ അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്, അപക്വമാണ് എന്ന തിരിച്ചറിവ് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. കേരളത്തിലും അസ്സാമിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, കേന്ദ്ര ഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇവിടെയെല്ലാം ബന്ധപ്പെട്ട സമുദായങ്ങളും സാമൂഹിക സംഘടനകളും ഒക്കെ ഇതുപോലെ വിദേശ സഹായം തേടിക്കൊണ്ട് നിയമപരമായി നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലൊക്കെ നമ്മുടെ മദർ തെരേസ പോലെയുള്ള ലോകം ആദരിക്കുന്നവർ നടത്തിയ സാമൂഹിക പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ ജനനന്മയ്ക്ക് വേണ്ടി പാവപ്പെട്ടവരുടെ ആശ്വാസത്തിന് വേണ്ടി നടത്തിയതായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയിലെ സമൂഹം. അതുപോലെ നിരവധി സ്ഥാപനങ്ങൾ, അനവധി സ്ഥാപനങ്ങൾ കേരളത്തിലും കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പല ആളുകളും പല സാമുദായിക സംഘടനകളും സമുദായങ്ങളും മതസ്ഥാപനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അവിടെ എന്തെങ്കിലും തരത്തിൽ ചട്ടങ്ങൾ ലംഘിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ട് അതിന് ശിക്ഷ കൊടുക്കുക എന്നതല്ലാതെ ഈ വ്യവസ്ഥകളാകെ അടിച്ചേൽപ്പിച്ചിട്ട് ഈ പ്രസ്ഥാനത്തെ മുഴുവൻ നശിപ്പിക്കാനായി ശ്രമിക്കുന്നത് ഒരിക്കലും ക്ഷന്തവ്യമല്ല. അത് അക്ഷന്തവ്യമായിട്ടുള്ള ഒരു അപരാധമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു തിരിച്ചുപോക്ക് നടത്തുമെന്നാണ് പലപ്പോഴും പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, അതുപോലെ കേന്ദ്രത്തിലെ കോൺഗ്രസിൻ്റെ കേന്ദ്ര കമ്മിറ്റി ബഹുമാന്യനായിട്ടുള്ള ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി, അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് AICCയുടെ പ്രസിഡൻ്റായ മല്ലികാർജ്ജുൻ ഖാർഗെ, അതുപോലെ തന്നെ മറ്റ് പുരോഗമന പാർട്ടികളുടെ ഒക്കെ നേതാക്കന്മാർ ഇതിനെതിരായി ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഈ തരത്തിൽ ഈ പിടിമുറുക്കുന്ന ഒരു പരോക്ഷമായി BJPയുടെ ഒരു ആധിപത്യം കൊണ്ടുവരുന്നതിനായി നടത്തുന്ന ഈ നീക്കങ്ങളെ ചെറുത്ത് തോൽപ്പിക്കണമെന്ന് ബഹുമാന്യനായ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും AICC സെക്രട്ടറി KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, അതുപോലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയ എല്ലാ സീനിയർ നേതാക്കന്മാരും ഈ BJP സർക്കാരിൻ്റെ ഈ ജനവിരുദ്ധ നടപടികൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു തിരിച്ചുപോക്കിന് BJPക്ക് പോകേണ്ടി വരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന.